ഇന്നേക്ക് 150 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1876 ജൂൺ മാസം 27, 28, 29 തീയതികളിൽ ഈ പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് ആണ് ചരിത്രപ്രസിദ്ധമായ മുളന്തുരുത്തി സുന്നഹദോസ് നടന്നത്. പരിശുദ്ധ ഇഗ്നാത്തിയോസ് പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ, മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് ദിവന്നാസ്യോസ്, പരിശുദ്ധ പരിമല തിരുമേനി ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം റമ്പാന്മാര്, വൈദികര് തുടങ്ങിയ എല്ലാവരും മലങ്കരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 103 പള്ളികളിൽ നിന്ന് വന്നതായ പ്രതിനിധികൾ, ഏകദേശം 300ഓളം ആളുകൾ. അത് കഴിഞ്ഞ് സുന്നഹദോസിന്റെ സന്ദർഭങ്ങളിൽ ഏകദേശം 2000 ആളുകൾ ഈ ദേവാലയ അങ്കണങ്ങളിൽ ആ ദിവസങ്ങളിൽ സമ്മേളിച്ചു. അതിന്റെ 150-ാം വാർഷികമാണ് കൃത്യമായി പറഞ്ഞാൽ ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ. അതുകൊണ്ട് ഉള്ള പ്രത്യേക സന്തോഷത്തിന്റെയും ആഗ്രഹത്തിന്റെയും പേരിലാണ് ഞാൻ ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛനോടും ഒക്കെ ആലോചിച്ചത്. ഈ ഒരു സന്ദർഭത്തിൽ അന്ന് 150 വർഷങ്ങൾക്ക് മുമ്പ് ഈ സുന്നഹദോസിൽ സംബന്ധിച്ചതായ, മുളന്തുരുത്തി സുന്നഹദോസിൽ സംബന്ധിച്ചതായ എല്ലാ പിതാക്കന്മാരെയും ദൈവസന്നിധിയിൽ ഈ സമയത്ത് ഓർക്കുകയാണ്. തൂയാബോയുടെ ശുശ്രൂഷ മുതൽ ആളുകളുടെ പേരുകൾ ഓർക്കുന്നതായ സന്ദർഭത്തിൽ അവരുടെ എല്ലാവരുടെയും പേരുകൾ ഈ വിശുദ്ധ ത്രോണോസിൽ സ്ലിബ അടയാളം വരിച്ച് ഓർക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ വലിയ സന്ദർഭത്തെ ഞാൻ ഉപയോഗിക്കുകയാണ്. മുളന്തുരുത്തി സുന്നഹദോസിൽ സംബന്ധിച്ച പള്ളികളുടെ എല്ലാം ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അതിൽ സംബന്ധിച്ച ആളുകളുടെയും പേര് വിവരങ്ങളുണ്ട്. മൊത്തം ഈ മിനിറ്റ്സിൽ സുന്നഹദോസിന്റെ തീരുമാനങ്ങളിൽ ഒപ്പിട്ടിരിക്കുന്നത് പരിശുദ്ധ പത്രോസ് മൂന്നാമൻ പാത്രിയർക്കീസ് ബാവ, അത് കഴിഞ്ഞ് മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത, പിന്നീട് ക്രമമായിട്ട് വൈദികരും മേൽ പുരോഹിതന്മാരും ഐമേനികളും ആ സുന്നഹദോസിന്റെ തീരുമാനങ്ങളിൽ ഒപ്പിട്ടിരിക്കുക. 279 പേരാണ് ഒപ്പിട്ടിരിക്കുന്നത്. അതിൽ 165 ഐമേനികളും 114 പുരോഹിതന്മാരുമുണ്ട്. പുരോഹിതന്മാർ 1-2 തവണ 2-3 പള്ളികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുന്നഹദോസിൽ സംബന്ധിച്ചിട്ടുണ്ട്. ആ ആളുകളെല്ലാം ഒപ്പിട്ടിരിക്കുന്ന തീരുമാനമാണ് മുളന്തുരുത്തി സുന്നഹദോസ് എടുത്തത്. ആ വന്ന് സംബന്ധിച്ച എല്ലാ പിതാക്കന്മാരെയും ദൈവസന്നിധിയിൽ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കണ്ടനാട്ട് പള്ളിയിൽ നിന്ന് കരോട്ട് ശീമോൻ കോറി, പാടത്തുകാരൻ അബ്രഹാം കത്തനാര്, പുന്നച്ചാലിൽ ഗീവർഗീസ് കത്തനാര്, കരിമാങ്കുളം യോഹന്നാൻ കത്തനാര്, തൊഴുപ്പാടൻ പൗലോസ് കത്തനാര്, തുകലൻ മാത്തൻ പൗലോസ്, കരവട്ട് കോരുതു കോര, തുകലൻ ചുമ്മാര് പൗലോസ്, പള്ളിവാതുക്കൽ വർക്കി തുടങ്ങിയവരൊക്കെ കണ്ടനാട്ട് പള്ളിയിൽ നിന്ന് സംബന്ധിച്ചവരാം. ഓരോ പള്ളികളുടെയും ഇനം തിരിച്ചുള്ളതായ ലിസ്റ്റുകൾ ഇവിടെയുണ്ട്. മുളന്തുരുത്തി പള്ളിയിൽ നിന്ന് 88ാമത്തെ പള്ളിയായിട്ടാണ് മുളന്തുരുത്തി പള്ളി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തോപ്പിൽ സ്കറിയ കത്തനാര്, പാലക്കാട്ട് ഗീവർഗീസ് കത്തനാർ, ചാലപ്പുറത്ത് യാക്കോബ് കോറപ്പിസ്കോപ്പ, ചാലിൽ ചെറിയ കുഞ്ഞിക്കോര, പടയംപാടത്ത് കുരുവിള ഇട്ടിയവര, ഇവരായിരുന്നു മുളന്തുരുത്തി സുന്നഹദോസിൽ മുളന്തുരുത്തി പള്ളിയെ പ്രതിനിധീകരിച്ച് ഒപ്പിട്ടിരിക്കുന്നതായ ആളുകൾ. കുറുപ്പംപടി പള്ളി, മുളന്തുരുത്തി പള്ളി, കോതമംഗലത്ത് വലിയ പള്ളി, കോതമംഗലത്ത് ചെറിയ പള്ളി, മാവേലിക്കര പള്ളി, തിരുവല്ലാപ്പള്ളി, പരുമലപ്പള്ളി, വെളിയനാട്ട് പള്ളി, വാകത്താനം പള്ളി, കോട്ടയത്ത് പള്ളി, മല്ലപ്പള്ളി, കല്ലിച്ചേരി പള്ളി, മാന്തുരുത്തേൽ പള്ളി, ചെറുതോട്ടിൽ ഗീവർഗീസ് കത്തനാര്, കീഴാപുരത്ത് പൗലോസ് കത്തനാര്, വരിക്കച്ചേരിൽ കുറിയാക്കോസ് ശമ്മാശൻ, കൊച്ചി കോട്ടയിൽ പള്ളി, വികാരി മട്ടുമേൽ മത്തായി കത്തനാര്,
തുമ്പുമൺ പള്ളി, കരിങ്ങാട്ടിൽ സ്കറിയ കത്തനാര്, കണിച്ചേരിൽ കൂരുത് കിരിയാപിള്ള, ചേലക്കര പള്ളി വികാരി കോലാടി മാത്തു കത്തനാര് തുടങ്ങിയുള്ള വൈദികരുടെയും ആളുകളുടെയും ഒക്കെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. പുരവത്ത് പള്ളി എന്നാണ് പിറവം പള്ളിയുടെ പേരെഴുതിയിരിക്കുന്നത്. പുരവത്ത് പള്ളി കാരമേൽ എബ്രഹാം കത്തനാര്. ഓണക്കുറ്റി പള്ളി എന്നാണ് ഓണക്കൂർ പള്ളിയുടെ പേരെഴുതിയിരിക്കുന്നത്. വികാരി വാളനടിയിൽ യാക്കോ ഓഹന്നാൻ കത്തനാര്. മുളക്കുളുത്ത് പള്ളി മുറന്തുക്കിൽ പൗലോസ് കത്തനാര്. തെക്കൻ പറവൂർ പള്ളി പാലത്തുങ്കൽ തോമ കത്തനാര്. നടമേൽ പള്ളി വടയാടി ഗീവർഗീസ് കത്തനാര്. കളരിക്കൽ സ്കറിയ കത്തനാര്. കണ്യാട്ട് നിരപ്പേൽ പള്ളി പെരുമ്പറ പുത്തൻ വീട്ടിൽ മത്തായി കത്തനാര്. അങ്ങനെ ഓരോ പള്ളികളെയും തിരിച്ച് അവരുടെ എല്ലാം പേര് വിവരങ്ങൾ എഴുതി കരിങ്ങാശ്ര പള്ളി കുറ്റിക്കാട്ടിൽ ഗീവർഗീസ് കത്തനാര്, കറുത്തേടത്ത് പീലിപ്പോസ് കത്തനാര്, കുഴിയാഞ്ഞാൽ ഗീവർഗീസ് കത്തനാർ, ഇങ്ങനെയുള്ള ആളുകൾ എല്ലാമായിട്ടാണ് 279 ആളുകൾ സുന്നഹദോസ് തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ പരിശുദ്ധ പിതാക്കന്മാരെ നമ്മുടെ പിതാക്കന്മാരാണ്. ആ പിതാക്കന്മാരെ 10,000 ആളുകൾ ഇവിടെ വന്ന് സംബന്ധിച്ചു എന്നാണ് ദൃക്സാക്ഷി വിവരണത്തിൽ പറയുന്ന. ആ 2000 പേരെന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ വല്യപ്പന്മാരും അപ്പച്ചന്മാരും അമ്മാച്ചന്മാരും ഒക്കെ തന്നെയാണ്. ഈ ഇടവകയിൽപ്പെട്ട ആളുകളായിരുന്നു മഹാഭൂരിപക്ഷം ആളുകൾ. ആ സുന്നഹദോസിന്റെ ആരംഭത്തെ കുറിച്ച് ഈ കണ്ടനാട്ട് ഗ്രന്ഥവരി എന്ന് പറയുന്ന ഒരു പുസ്തകത്തില് നമ്മുടെ ശമോൻ മാർ ദിവന്നാസ്യോസ് കരോട്ട് വീട്ടിൽ ശമോൻ മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത കൊച്ചി ഭദ്രാസനത്തിന്റെ ആദ്യത്തെ മെത്രാപ്പൊലീത്തയായിരുന്നു. പരിശുദ്ധ പത്രോസ് പാത്രിയർക്കീസ് ബാവ പരിമള തിരുമേനിയോടൊപ്പം മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തിയതായ മെത്രാപ്പൊലീത്തയാണ്. കൊച്ചി ഭദ്രാസനത്തിന്റെ ആദ്യത്തെ മെത്രാപ്പൊലീത്തയായിരുന്നു. അദ്ദേഹം ഈ സുന്നഹദോസിന്റെ നടപടികളെ, സുന്നഹദോസ് ആരംഭിക്കുന്നതിനെ കുറിച്ച് ഒരു ഡയറി കുറിപ്പ് പോലെ നളാഗമം എന്ന് പറയും, അതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് ഇദ്ദേഹത്തിന്റെ വീട്ടില്, കണ്ടനാട്ടുള്ള വീട്ടിലോ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തോ ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന, അത് പിന്നീട് എടുത്ത് പ്രസിദ്ധീകരിക്കുവാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്നത് കടുങ്കമംഗലം പള്ളിയിലാണ്. ആ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന കരോട്ട് വീട്ടിൽ ശമോൻ മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത ഇതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. മിഥുനമാസം 15-ാം തീയതി, അതായത് ഇന്നലെ, സുന്നഹദോസിന്റെ ദിവസം ശുദ്ധമുള്ള മോറാൻ പാത്രിയർക്കീസ് ബാവ തൃപ്പൂണിത്തറ പള്ളി ഇടവകയിൽ മുക്കഞ്ചേരിൽ ഗീവർഗീസ് കശീശായിക്കും വടക്കൻ പറവൂർ പള്ളിയിൽ കടവിലെന്ന് സാധാരണയായിട്ടും കൂരനെന്ന് തറവാട്ട് പേരും വിളിച്ചു വരുന്ന പൗലോസ് കശീശായിക്കും അങ്കമാലി ഇടവകയിൽ അമ്പാട്ട് ഗീവർഗീസ് കശീശായിക്കും റമ്പത്വം കൊടുത്തു. ഈ മുളന്തുരുത്തി സുന്നഹദോസ് നൽകുന്ന ഈ പള്ളിയിൽ വെച്ച് ഈ 3 പേരെ റംബാന്മാരായിട്ട് വാഴിച്ചു. പിന്നീടാണ് അവരെ മെത്രാന്മാരാക്കുന്നത്. പിന്നീട് സുന്നഹദോസിനായി കൂറിലോസ് ബാവായുടെ ഖബർ മുതൽ പടിഞ്ഞാറ് പള്ളിയുടെ നീളം വരെ ഒരു നെടുമ്പുര കെട്ടിയുണ്ടാക്കിയിരുന്നു. കൂറിലോസ് ബാവായുടെ ഖബർ മുതൽ പടിഞ്ഞാറ് അറ്റം വരെ ഒരു നെടുംപുര കെട്ടിയുണ്ടാക്കി. ബഹുമാനപ്പെട്ട പരിശുദ്ധ പിതാവിന് അന്നേ ദിവസം പട്ടംകൊട കൊണ്ടുള്ള ക്ഷീണം കൊണ്ടും എല്ലാ പള്ളിക്കാരും വന്നുകൂടായിക കൊണ്ടും മേൽപ്പറഞ്ഞ പന്തലിൽ ചെന്നിരുന്ന് വന്ന പള്ളിക്കാരുടെ പേര് വിവരം എഴുതിയെടുക്കണമെന്ന് എല്ലാവരും പിറ്റേ ദിവസം 8 നാഴിക പുലരുന്നതിനകം വന്നുകൂടിക്കൊള്ളണമെന്നും മറ്റും പള്ളിക്കാരോട് പറവാൻ കൽപ്പിച്ചയച്ചു. അതുപ്രകാരം ഞങ്ങൾ തെക്ക് നിന്നും വടക്ക് നിന്നും വന്ന പള്ളിക്കാരുടെ പേരുകൾ വിവരമായി എഴുതിയെടുത്ത് കൽപ്പനപ്രകാരം അവരോട് പറയുകയും ചെയ്തു. അന്നേ ദിവസം തെക്ക് നിന്ന് 36 പള്ളിക്കാരും വടക്ക് നിന്ന് 26 പള്ളിക്കാരും ഉണ്ടായിരുന്നു. 15-ന് നേരം അസ്തമിച്ചു. അന്നത്തെ കൂട്ടം പിരിഞ്ഞു. പിറ്റേ ദിവസം ബുധനാഴ്ച കൽപ്പനപ്രകാരം പള്ളിക്കാർ വന്നുകൂടി. മാർ കൂറിലോസ് ബാവായുടെ ഖബറിങ്കിൽ ശുദ്ധമുള്ള മോറോൻ പാത്രിയർക്കീസ് ബാവായ്ക്ക് എഴുന്നള്ളി ഇരിപ്പാനായിട്ട് എത്രയും വിചിത്രമായ ഒരു സിംഹാസനം ഉണ്ടാക്കി. ആ സിംഹാസനത്തിന്മേൽ ബാവായും താഴെ ഒരു കസേറയിട്ട് അതിന്മേൽ മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തായും അതിന് ചുറ്റും നിരകളായിട്ടും പന്തികളായിട്ടും റംബാന്മാരും പട്ടക്കാരും പ്രമാണപ്പെട്ട ഐമേനികളും മറ്റെല്ലാവരും കെട്ടിയൊരുക്കിയിരുന്ന ആ വലിയ നെടുമ്പുര നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഇരുന്ന് ഉടനെ ശുദ്ധമുള്ള മോറോൻ
പാത്രിയർക്കീസ് ബാവ എല്ലാ ജനത്തെയും അനുഗ്രഹിച്ച് നാം കൂടിയിരിക്കുന്ന ഈ സുന്നഹദോസ് സഫലമായി വരുവാൻ വേണ്ടിയും ശുദ്ധമുള്ള 3 സുന്നഹദോസിനോട് ചേരുന്നതായി വരുവാനായിട്ട്, അതായത് നിഖ്യ, കുസ്തന്തീനോപ്പോലിസ്, എഫേസോസ് തുടങ്ങിയ പുരാതന സുന്നഹദോസുകളോട് ചേരുന്നതായിട്ട് മലങ്കര സഭ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇന്ന് വിശുദ്ധ തുബദേനിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിഖ്യായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ 3 പരിശുദ്ധ സുന്നഹദോസുകളിലെയും അവയിൽ സംബന്ധിച്ചിരുന്ന പുണ്യപ്പെട്ടവരും പരിശുദ്ധന്മാരുമായ പിതാക്കന്മാരെ ഓർക്കുന്നുവെന്ന് പറയുന്നത് മലങ്കര സഭ ഔദ്യോഗികമായിട്ട് ആ സുന്നഹദോസുകളെ അംഗീകരിക്കുന്നത് ഈ മുളന്തുരുത്തി സുന്നഹദോസിൽ വെച്ചാണ്. 3 സുന്നഹദോസിനോട് ചേരുന്നതായി വരുവാനായിട്ടും തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മിൽ ഓരോരുത്തരിൽ സംസാരിച്ച് വേണ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മെ ധൈര്യപ്പെടുത്തുവാനായിട്ടും നാം എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് കൽപ്പിച്ചു. ഉടനെ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഈ കൽപ്പനയെ ജനത്തോട് പൊരുൾ തിരിച്ച് കൽപ്പിച്ചു. പാത്രിയർക്കീസ് ബാവ തിരുമേനി സുറിയാനി ഭാഷയിലാണ് പറയുന്നത്. അത് പൊരുൾ തിരിച്ച് മലയാളത്തിൽ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത ജനത്തോട് കൽപ്പിച്ചു. ആകാശത്തിലുള്ള നമസ്കാരവും സ്ലോമിലേക്കും അറിയാമും കൃപ നിറഞ്ഞ അറിയാമെന്നുള്ളതും ചൊല്ലിക്കൊടുത്തു. ഉടനെ ഏവെങ്കലിയോൻ വായിക്കുന്ന സിംഹാസനം കൊണ്ടുവന്ന് അതിന്റെ മേൽ ഏവെങ്കലിയോൻ പുസ്തകവും വെള്ളി കൊണ്ടുള്ള ഒരു വലിയ കുരിശും വെച്ച് സുന്നഹദോസിന്റെ മുമ്പാകെ വെച്ചു. ഇതിന്റെ ശേഷം ജനത്തിന് ശുദ്ധമുള്ള പിതാവ് സുന്നഹദോസിലേക്ക് എഴുതി കൊടുത്തിട്ടുള്ള കൽപ്പന വായിച്ചു. ആ കൽപ്പനയൊക്കെ ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞ ശേഷം ശുദ്ധമുള്ള പാത്രികീസ് ബാവ തിരുമനസ്സുകൊണ്ട് സ്ഥാനമേറ്റ ശേഷം ഇവിടെ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. സുന്നഹദോസ് മുമ്പാകെ വെച്ചിരിക്കുന്ന ഏവെങ്കലിയോൻ വായിക്കുന്ന സിംഹാസനത്തിന് മുമ്പാകെ നിന്ന് ഏവെങ്കലിയോൻ പുസ്തകം പിടിച്ച് മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത സത്യം ചെയ്തു. അതിന്റെ ശേഷം റംബാന്മാരും പിന്നീട് ഓരോ പള്ളിക്കാരിൽ പട്ടക്കാർ മാത്രം സത്യം ചെയ്തു. പിന്നീട് ജനങ്ങളെല്ലാം കൂടി നിന്നുകൊണ്ട് പുസ്തകം തൊട്ട് തമ്മിൽ സത്യം ചെയ്തു. പിറ്റേ ദിവസം വ്യാഴാഴ്ച കൽപ്പന പ്രകാരം കൂടി മഴ അധികം ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നത്തെ കൂട്ടം പള്ളിയകത്താകുവാൻ ബാബ കൽപ്പിച്ചു. എല്ലാവരും പള്ളിയകത്തു കൂടി. ശുദ്ധമുള്ള മോറോൻ പാത്രികീസ് ബാവ മദ്ബഹായിൽ സിംഹാസനമിട്ടിരുന്നു. പട്ടക്കാർ കൂട്ടമായിട്ടും ക്രമമായിട്ടും ഹൈക്കലായിക്കകത്തും ഐമേനികൾ പന്തികളായിട്ടും കൂട്ടമായിട്ടും പള്ളിയകം നിറച്ചുമിരുന്നു. ശുദ്ധമുള്ള പിതാവ് സുന്നഹദോസ് കൂട്ടത്തെ അനുഗ്രഹിച്ചു. ഇങ്ങനെ അങ്ങ് പോവുക അതിന്റെ ഡിസ്ക്രിപ്ഷൻ. അൽസലിമുള്ളവരെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പിതാക്കന്മാർ ഈ പള്ളിയിൽ വന്നുകൂടി ഈ പറഞ്ഞതുപോലെ ക്രമമായിട്ടും യോഗ്യമായിട്ടും ഇരുന്ന് പ്രാർത്ഥിച്ചതിന്റെ അനുഗ്രഹിച്ചതിന്റെ ഫലമാണ് മലങ്കര സഭ ഇന്ന് ഈ രീതിയിൽ നിലനിൽക്കുന്നത്. സത്യവിശ്വാസത്തിൽ മലങ്കര സഭയെ ഉറപ്പിക്കുവാൻ ആ പരിശുദ്ധ സുന്നഹദോസിന് സാധിച്ചു. സഭയുടെ ഭരണക്രമം ഉണ്ടാക്കുവാൻ, അച്ചടക്കത്തോടുള്ള ഭരണ സംവിധാനം ഉണ്ടാക്കുവാൻ ആ സുന്നഹദോസിന് സാധിച്ചു. സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയും സഭയുടെ വർക്കിംഗ് കമ്മിറ്റി, സഭയുടെ അസോസിയേഷൻ തുടങ്ങിയ സമൂഹങ്ങളൊക്കെ സംഘടിപ്പിക്കുവാൻ ആ സുന്നഹദോസിന് സാധിച്ചു. 2000-ഓളം ആളുകൾ ഈ സുന്നഹദോസിന്റെ വിവിധ സമ്മേളനങ്ങൾ വന്നുകൊണ്ട് അതിനെ ദർശിച്ചു. വന്നിരിക്കുന്ന ആളുകൾ തെക്കുനിന്നും വടക്കുനിന്നും വന്നിട്ടുള്ള പള്ളികളുടെയൊക്കെ എണ്ണം നമ്മൾ കണ്ടു. ആ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ താമസിക്കാൻ ഇവിടെ ഹോട്ടലുകളൊന്നും ഇല്ലായിരുന്നു. നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിലാണ് അവർ വന്ന് താമസിച്ചത്. നിങ്ങളുടെ പിതാക്കന്മാരാണ് അവർക്ക് കഞ്ഞി വെച്ചു കൊടുത്തത്, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്. 3 ദിവസം വന്ന് താമസിക്കുക. 150 വർഷം മുമ്പുണ്ടായിരുന്ന ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവും ഈ പ്രദേശത്തിന്റെ സൗകര്യങ്ങളും ഒക്കെ നമുക്കറിയാം. വള്ളത്തിൽ കയറി വേണം പോകാൻ, നടന്നു വേണം യാത്ര ചെയ്യുവാൻ. വില്ലുവണ്ടിയിലോ കുതിരവണ്ടിയിലോ മഞ്ചലിലോ ഒക്കെയാണ് പാത്രികീസ് ബാവായും മെത്രാപ്പൊലീത്തന്മാരും ഒക്കെ വരേണ്ടത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെയെല്ലാം സഹിച്ചുകൊണ്ട് നേരെ നിന്നുകൊണ്ട് സഭയുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ നമ്മളുടെ പിതാക്കന്മാരോട് സാധിച്ചു. അവരെ നന്ദിയോടെ ഓർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ചെറിയവരിൽ ഒരുത്തൻ എന്തെങ്കിലും ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നതാകുന്നുവെന്ന് കർത്താവ് തന്റെ പരിശുദ്ധ സ്ലീഹന്മാരോട് എവങ്കേലിയോനിൽ പറയുന്ന കാര്യമാണ് ഇന്ന് എവങ്കേലിയോനിൽ നാം വായിച്ചു കേട്ടത്.
പരിശുദ്ധ സഭയ്ക്ക് ആതിഥ്യമരുളുവാൻ ഇവിടെ വെച്ച് ആ സുന്നോദോസ് കൂടുവാൻ നമുക്ക് സാധിച്ചു. അതിന്റെ 150-ാം വാർഷികത്തിന്റെ ഈ ദിവസത്തിൽ ഈ ദേവാലയത്തിൽ ഒന്ന് ശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സാധിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുകയാണ്. ഈ ദേവാലയത്തിൽ ഈ വിശുദ്ധ കുർബാനയിൽ ഈ പിതാക്കന്മാരെ ഒക്കെ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചത് ഏറ്റവും അനുഗ്രഹകരമാണ്. മലങ്കര സഭ അഭിമുഖീകരിച്ച അനേക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി അവന് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ 75 വയസ്സ് കഴിഞ്ഞതായ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്നത്. അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുവാൻ നമുക്ക് സാധിക്കണം. സുന്നഹദോസിന്റെ സംഘാടകനായിട്ട് നിന്ന് പ്രവർത്തിച്ച പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തായെ ഓർക്കുവാൻ സാധിക്കണം. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ റംബാൻ സ്ഥാനം കൊടുത്ത് ചെറുളയം പള്ളിയിൽ വെച്ച് കോനാട്ട് യൂലിയോസ് റംബാനും അത് യൂലിയോസ് മെത്രാപ്പൊലീത്തായ്ക്ക് അതുപോലെ ഇങ്ങനെ കുറെ പേർക്ക് റംബാൻ സ്ഥാനമൊക്കെ കൊടുത്തു. കുറെ പുരോഹിതന്മാർക്ക് പട്ടം കൊടുത്തു. 1875 ജൂൺ മാസം ഇവിടെ എത്തിയ പാത്രിയർക്കീസ് ബാവ 1877 2 വർഷത്തോളം ഇവിടെ താമസിച്ചു. മെയ് മാസത്തിലാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. പള്ളികൾ സന്ദർശിച്ചു, ജനങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ആ വിശ്വാസത്തോട് യോജിച്ചു നിൽക്കുവാൻ നമ്മുടെ പിതാക്കന്മാർക്ക് സാധിച്ചു. സത്യവിശ്വാസം പ്രഖ്യാപിക്കുവാൻ അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മളുടെ പിതാക്കന്മാർക്ക് സാധിച്ചു. അതിനു വേണ്ടുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ഈ പള്ളി ഒരുക്കി കൊടുത്തു. കുർലോസ് ബാവായുടെ ഖബർ മുതൽ അങ്ങോട്ടുള്ളതായ വലിയ നെടുമ്പുര കെട്ടി അവിടെ സമ്മേളിക്കുവാൻ നമുക്ക് സാധിച്ചു. പള്ളിക്കകത്തേക്ക് സിംഹാസനമൊരുക്കി പിതാക്കന്മാരെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചു. വന്ന എല്ലാ ആളുകളും നമ്മളുടെ പൂർവ്വപിതാക്കന്മാരാണ്, നമ്മളുടെ പുരോഹിതന്മാരാണ്, നമ്മളുടെ മേൽപ്പെട്ടക്കാരായി തീർന്നവരാണ്. അന്ന് പുലിക്കോട്ട് തിരുമേനി മാത്രമേ ഉള്ളൂ മെത്രാപ്പൊലീത്തയായിട്ട്. പിന്നെ പാത്രിയർക്കീസ് ബാവായുടെ കൂടെ വന്ന ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുണ്ട്. അദ്ദേഹമാണ് പിന്നെ അബ്ദുള്ള പാത്രിയർക്കീസ് ആവുന്നത്. ആ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തായും പുലിക്കോട്ട് തിരുമേനിയും ഉണ്ട്. പിന്നെ ഉണ്ടായിരുന്ന ഒക്കെ റംബാച്ചന്മാരാ. ആ റംബാച്ചന്മാരെ എല്ലാമാണ് സുന്നഹദോസ് കഴിഞ്ഞിട്ട് പാത്രിയർക്കീസ് ബാവ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തുന്നതും ഭദ്രാസനങ്ങൾ തിരിച്ച് അവർക്ക് നൽകുന്നതും. ഈ പിതാക്കന്മാരെയും പുരോഹിതന്മാരെയും എല്ലാം പ്രത്യേകമായി നമുക്ക് ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കാം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ വായിച്ചു പറഞ്ഞതുപോലെ ശമോൻ ദിവന്നാസ്യോസ് എഴുതിയിരിക്കുന്നത് പോലെ ഈ പള്ളിയിൽ അവരെല്ലാവരും കൂടി ഒന്നിച്ചു വന്നുകൂടിയതാ. ഒന്ന് കണ്ണടച്ചാൽ നമുക്ക് കാണാം അവരെ എല്ലാം. ആ പിതാക്കന്മാരെല്ലാം ഉണ്ട്, നിരനിരയായി കൂട്ടം കൂട്ടമായി ഇവിടെ. പരിശുദ്ധ പരിമള തിരുമേനിയുണ്ട്, പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുണ്ട്, പരിശുദ്ധ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തയുണ്ട്. പുണ്യവാന്മാരായ പിതാക്കന്മാർ, നമ്മളുടെ മാതാപിതാക്കളുടെ നമ്മുടെ പിതാക്കന്മാരായിട്ടുണ്ടായിരുന്നവർ, അവരെല്ലാവരും ഈ ദേവാലയത്തിൽ ഇന്ന് സന്നിഹിതരാകുകയാണ്. അവരെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ വാർഷികമാണെന്ന് അവർ വന്നു ചേർന്നതിനെ ഓർക്കുകയാണ്. അവരുടെ യാത്രയെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് വന്ന തെങ്ങന്തറയിലെ ഗീവർഗീസ് കോറപ്പിസ്കോപ്പ് അദ്ദേഹം യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പന്തൽ കെട്ടിയതിനെ കുറിച്ചും അവിടെ ഇരുന്നതിനെ കുറിച്ചും അവിടെ പോയി വടക്കങ്ങാണ്ടുള്ള ഇതിന്റെ പള്ളിയുടെ വടക്കുവശത്തുള്ള ഒരു വീട്ടിൽ താമസിച്ചതായിട്ടും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ വക കാര്യങ്ങളൊക്കെ അനുസ്മരിച്ചുകൊണ്ട് അവരെയൊക്കെ നമുക്ക് പ്രത്യേകമായി വിശുദ്ധ ധൂപപ്രാർത്ഥന നടത്തി ഈ സന്ദർഭത്തിൽ ഓർക്കാം. പുരോഹിതന്മാരെയും മേൽപ്പെട്ടക്കാരെയും ആദ്യമായിട്ട് അനുസ്മരിക്കുന്നു. അത് കഴിഞ്ഞ് വാങ്ങിപ്പോയ ആളുകളെ മക്കളിലപ്പൻ ചൊല്ലി അവരെയും പ്രത്യേകമായി അനുസ്മരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആ മീറ്റിംഗിൽ സുന്നഹദോസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാൾ നാം ആഘോഷിക്കാൻ പോവുകയാണ്. കൊടിയേറ്റൊക്കെ നടത്തുന്നു. പരിശുദ്ധ ശ്ലീഹന്മാരുടെ നോമ്പ് നടക്കുകയാണ്. നാളെ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മയാണ്. അത് കഴിഞ്ഞ് 12 ശ്ലീഹന്മാരുടെ ഓർമ്മയാണ്. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിലുണ്ട്. മാലാഖമാരുടെ വലിയ സംഘത്തോട് ചേർന്ന് നിൽക്കുന്ന അവരോട് ചേർന്ന് ഈ വിശുദ്ധ ബലിയിൽ നാമും സംബന്ധിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൽ സ്നേഹിതരെ,